ചെറുതല പഞ്ചായത്ത് പ്രസിഡന്റ് എബി മാത്യു കൂടി ചേരുന്നുണ്ട്. ശ്രീ എബി, ഏകദേശം 6 പേർക്കോളമാണ് തെരുവുനായയുടെ കടിയേറ്റതെന്ന് പറയുന്നു. ഈ സംഖ്യ കൃത്യമാണോ? ഈ നിലവിൽ ഇവരുടെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? നമസ്കാരം, ഞാൻ ചെറുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബി മാത്യു ആണ്. കഴിഞ്ഞ ദിവസമാണ് രാത്രിയിലും രാവിലെയുമായിട്ടാണ് 6 പേർക്ക് കടിയേറ്റത്. 6 പേരെയും നമ്മൾ കൃത്യമായി തന്നെ അന്നേരം തന്നെ വാക്സിനേഷൻ എടുക്കാനായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവർക്ക് വാക്സിൻ എടുക്കുകയും ചെയ്തു. ചത്ത പട്ടി അന്നേരം തന്നെ നമ്മൾ വാഹനത്തിൽ കയറ്റി മഞ്ഞാടിയിൽ തിരുവല്ലയുള്ള ലാബിലേക്ക് അയക്കുകയും ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നു പോസിറ്റീവായിരുന്നു. അപ്പൊ ഇപ്പൊ അവിടെ നമ്മൾ ആ പ്രദേശത്ത് ആൾക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വളർത്തുമൃഗങ്ങൾക്കൊക്കെ നായയുടെ കടിയേറ്റെന്ന് പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരാടിന് കടിയേറ്റിട്ടുണ്ട്, ആട്. പിന്നെ ഇത് ഏതൊക്കെ മൃഗങ്ങളെ ആക്രമിച്ചു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഏതായാലും കൃത്യമായിട്ട് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 400 നായ്ക്കൾക്കോളം പേവിഷബാധയ്ക്കെതിരെ വാക്സിനേഷൻ എടുത്തിരുന്നു തെരുവ് നായ്ക്കളെ. ഈ വാക്സിൻ എടുത്തവരൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ സാധാരണ ജീവിതത്തിലേക്ക്? ഇല്ല, സാധാരണ അവരെയൊക്കെ നമ്മൾ മെഡിക്കൽ ടീം അവരുടെ വീടുകളിലെല്ലാം നേരിട്ട് പോയി അവർക്ക് വേണ്ട ആത്മധൈര്യം കൊടുക്കുകയും വാർഡ് തലത്തിൽ തന്നെ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളൊക്കെ ഇതിൽ കടിയേറ്റതിൽ ഉൾപ്പെടുന്നുണ്ടോ? ഒരു കുട്ടിയുണ്ട്, 12 വയസ്സുള്ള ഒരു കുട്ടി ഈ 6 പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളായി നായ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു ഈ ആളുകളുടെ ഒന്നും? ശ്രദ്ധയിൽ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ലായിരുന്നു. ഇത് കടിച്ചു കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഇത് വളർത്തുന്നതാണെന്നാണ് ഇപ്പം പറയുന്നത്. നമ്മളൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി എങ്ങനെയായിരിക്കും ഒരു നടപടിയൊക്കെ? ഈ ആളുകളുടെ ഒരു രോക്ഷമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ള ഈ തെരുവുനായയുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്ത് ഈ പ്രദേശങ്ങളിൽ ഒരു സർവേ നടത്തിയിട്ട് വീടുകളിൽ വളർത്തുന്ന നായ്ക്കള് പിന്നെ കുത്തിവയ്പ് എടുക്കാത്ത, ലൈസൻസ് എടുക്കാത്ത ആൾക്കാർക്കെതിരെ നോട്ടീസ് കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. ആളുകൾക്ക് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? അവരെല്ലാവരും നമ്മൾ വാക്സിൻ എടുത്ത് വീടുകളിലുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഇപ്പം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ABC പ്രോഗ്രാം നടപ്പിലാക്കാനായിട്ട് 2 വർഷം മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്തിന് ചെറുതല ഗ്രാമപഞ്ചായത്തിന്റെ വീതം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഷെൽട്ടർ പണിയാനായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 വർഷമായിട്ട് നമ്മൾ തെരുവ് നായ്ക്കളെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ട് തന്നെ തെരുവ് നായ്ക്കളെ പിടിച്ച് എല്ലാ വർഷവും വാക്സിനേഷൻ ചെയ്യുന്നുണ്ട് പേവിഷബാധക്കെതിരായി. തൊട്ട് മുമ്പിലത്തെ വർഷം 400 നായ്ക്കളോളം പിടിച്ചങ്ങനെ ചെയ്തായിരുന്നു. ആളുകളൊക്കെ ഇപ്പോൾ പരിഭ്രാന്തിയിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതെ, കാരണം കേരളം മുഴുവൻ പല സ്ഥലങ്ങളിലായിട്ട് മരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര പരിഭ്രാന്തിയാണ്. പ്രത്യേകിച്ച് പോസിറ്റീവ് എന്നറിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ നമുക്ക് നായ്ക്കളെ കൊല്ലാനുള്ള നിയമമില്ലല്ലോ. നന്ദിയുണ്ട് എബി പ്രതികരണത്തിന് വേണ്ടി.